എൻ്റെ പേര് ഡോക്ടർ ആൻ ശ്രീകുമാർ. ഞാൻ മെഡിറ്റേറിയൻ ഹോസ്പിറ്റൽ കൊല്ലത്തെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ കാരണം ഇൻഫെക്ഷൻ ആയിട്ട് നമ്മൾ പൊതുവേ ഉള്ള ടേമായിട്ട് പറയുന്നതാണ് മഞ്ഞപ്പിത്തം. അതിപ്പോൾ പല അസുഖങ്ങൾ കൊണ്ടുവരാം. ഇപ്പം ഇൻഫെക്ഷനാണ് ഏറ്റവും കൂടുതലുള്ള സാധ്യതകൾ മഞ്ഞപ്പിത്തം വരാൻ വേണ്ടി. അതിപ്പം മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി അങ്ങനെ പല വൈറസിലുണ്ട്. നമുക്ക് ഡെങ്കിപ്പനിൽ വരാം, ലെപ്റ്റോസിൽ വരാം. അപ്പം പല അസുഖങ്ങളും മഞ്ഞപ്പിത്തം ഒരു കാരണമാവുന്നു. ഇപ്പം നമ്മൾ വേനൽക്കാലത്ത് എസ്പെഷ്യലി ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ കാണുന്ന കൂടുതലും മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ, അതായത് ഹെപ്പറ്റൈറ്റിസ് എ കൊണ്ടുണ്ടാകുന്ന വൈറസിന്റെ ഒരു കാരണം ആണ്. അപ്പൊ ഇതിന്റെ ഒരു കാരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ എങ്ങനെയാണ് ഒരാൾക്ക് മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് വരുന്നത് പറഞ്ഞാൽ മെയിൻലി ഫുഡ് ആൻഡ് വാട്ടർ എന്നാണ്. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ അൺകുക്ക്ഡ് നല്ലോണം വൃത്തിക്ക് പാചകം ചെയ്യാത്ത ഫുഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞക്ക് വെള്ളം വൃത്തി അല്ലാത്തൊരു വെള്ള സോഴ്സ് നമ്മൾ വെള്ളം കുടിക്കുകയോ അങ്ങനെ രീതിയിലാണ് ഈ ഒരു മഞ്ഞപ്പിത്തം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. മനസ്സിലായി. അപ്പൊ ഈ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇറച്ചിയോ മീനോ ഒക്കെ നല്ലോണം കുക്ക് ചെയ്യാതെ അതായത് നല്ലോണം ഈ വാങ്ങിക്കുന്ന സമയത്ത് നല്ലോണം വാഷ് ചെയ്യാതെ നമ്മൾ അത് തുടർന്ന് പാചകം ചെയ്ത് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴാണ് ഇതിന്റെ രോഗലക്ഷണങ്ങളായിട്ട് പിന്നീട് വരുന്നത്. അതേപോലെ തന്നെ വെള്ളം നമ്മൾ തിളപ്പിച്ച് ആറ്റാത്ത വെള്ളമൊക്കെ ഇതിനെ കുടിക്കുമ്പോഴാണ് ഇത് കൂടുതലും സ്പ്രെഡ് ആവുന്നത്. ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയാൻ മെയിനായിട്ട് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണത്തില്ല. ചിലർക്ക് ഒരു ക്ഷീണം മാത്രമേ പറയാറുള്ളൂ. മറ്റു ചിലർക്ക് എന്തായിട്ട് വരും, ഛർദിലായിട്ട് വരാം. തുടർന്നുള്ള ഛർദി, എന്ത് കഴിക്കാൻ പറ്റില്ല, എന്ത് കഴിച്ചാൽ തന്നെ പെട്ടെന്ന് ഛർദി വരും. പിന്നെ ലൂസ് മോഷൻ, അതായത് മലം ഇളവി പോകുന്ന അവസ്ഥയായിട്ട് വരും. തുടർച്ചയായിട്ട് ഇളവി പോകും. ചിലപ്പോൾ ഒരു ദിവസം ഒരു 10-20 തവണ വരെ പോകാം. അത്രയ്ക്കും ബ്ലഡായിട്ട് പോകും. ചിലവർക്ക് അടിവയറ്റ് വേദനയായിട്ട് വരും. അപ്പം രോഗലക്ഷണം ചിലവർക്ക് ഒന്നും ഉണ്ടാകത്തില്ല, ചെറിയൊരു ക്ഷീണം മാത്രമായിരിക്കും വരുന്നത്. പിന്നെ ഇതിന്റെ മെയിനായിട്ട് കാണുന്നത് നമ്മളുടെ കണ്ണിലോ തൊലിക്കോ ഒരു മഞ്ഞ കളറായിട്ട് വരും. അത് നമ്മുടെ ലിവറിന്റെ നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് ചെയ്യും. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ബിൽറൂബിനും SGOT-PT എന്ന ടെസ്റ്റുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് ഈ രോഗത്തിന്റെ എത്രത്തോളം അതിന്റെ ഡിഗ്രി ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നമ്മൾ അറിയാൻ പറ്റുന്നത്. അപ്പം ക്ഷീണം അല്ലെങ്കിൽ ചിലവർക്ക് അടിവയറ്റ് വേദന, ലൂസ് മോഷൻ, വിട്ടുമാറാത്ത ഛർദി, ഇതൊക്കെയാണ് മെയിൻ രോഗലക്ഷണങ്ങൾ. ഇത് നമ്മൾ നിർണ്ണയിക്കുന്നത് നമ്മൾ ബ്ലഡ് ടെസ്റ്റിലായ LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഈ ബിൽറൂബിൻ എന്ന് പറഞ്ഞ കൗണ്ട് നോക്കും, SGOT-PT എന്ന് പറഞ്ഞ കൗണ്ട് നോക്കും. ഇതൊക്കെ വെച്ചിട്ട് ഈ ലാബ് ടെസ്റ്റും പേഷ്യന്റ് സിംറ്റം വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ഈ എത്രത്തോളം അസുഖം ബാധിച്ചിട്ടുണ്ടെന്ന് നോക്കുന്നത്. പിന്നെ ഈ പല വൈറസിനും ടെസ്റ്റിൽ അവൈലബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി ഇതൊക്കെ നമുക്ക് ബ്ലഡ് വഴി കണ്ടുപിടിക്കാവുന്നതാണ്. മറ്റ് ഇൻഫെക്ഷൻസ് ആയ ടൈഫോയിഡ്, ലെപ്റ്റോസ്പൈറോസിസ്, ഡെങ്കു എന്നിവയും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് എന്താണ് അസുഖങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനുള്ള ലാബ് ടെസ്റ്റുകളും അവൈലബിൾ ആണ്. ഇപ്പൊ ട്രീറ്റ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെയല്ല. ഇത് നമ്മൾ നല്ല ഒരു ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി വരും. കാരണം ഇതിന്റെ ലിവറിന്റെ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ഒരു ആ പർട്ടിക്കുലർ പേഷ്യന്റ് ആരെങ്കിലും സംബന്ധിച്ചോളം ഇത്തിരി വഷളായിക്കൊണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ വെള്ളം അത്യാവശ്യം നല്ല വെള്ളം കുടിക്കാൻ പറയുകയും ഡ്രിപ്പായിട്ട് കുറച്ച് മരുന്നുകളും ഇടുകയും ചെയ്യും. മെയിനായിട്ട് നോക്കേണ്ടത് ശുദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നാണ്. അതായത് ഈ പറഞ്ഞ തിളപ്പിച്ച് ആറ്റിയ വെള്ളം തന്നെ കുടിക്കുക. പിന്നെ ഫുഡ് തന്നെ നല്ലോണം ഒരു 3-4 തവണ കഴുകി അത് പാചകം ഉണ്ടാക്കി നല്ല പാചകയിൽ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുക എന്നൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മരുന്നുകൾ ചെറിയ റോളേ ഉള്ളൂ. ഇത് താനെ ലിവർ ഫംഗ്ഷനൊക്കെ കൂടി പിന്നെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷനിൽ പതുക്കെ കുറഞ്ഞ് വേറെ സാഹചര്യങ്ങളാണ് മിക്കവാറും നമ്മൾ കാണുന്നത്. ചില കേസിൽ മാത്രമായിട്ട് ചിലപ്പോൾ ഇൻഫെക്ഷൻ്റെ അളവ് കൂടുമ്പോൾ അവസ്ഥ കുറച്ചൊരു ഗുരുതരമാവും. അതനുസരിച്ച് അത്യാവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ കെയർ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ജാഗ്രത ഇരിക്കണം. നമ്മൾ കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും നല്ല രീതിയിൽ വേണം പാചകം ചെയ്തിട്ട് ഉണ്ടാക്കി കഴിക്കേണ്ടത്. വെള്ളം എസ്പെഷ്യലി നമ്മൾ തിളച്ച് ആറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ.